കറക്റ്റ് സൈറ്റിങ് കിട്ടിയേ. കാട്ടാനാ. എന്റെ ദൈവമേ, എന്നാ കൊമ്പാ നോക്കിയവന്റെ നിന്ന് മെയ്യും കേട്ടോ. എന്റെ മുഖം കറുത്ത മുഖവും വെളുത്ത രോമവും. എന്തുടാ? ഹായ് എവരിവൺ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ മങ്ക്. നമ്മളങ്ങനെ ഊട്ടിയിൽ നിന്ന് ഇവിടെ പറഞ്ഞ് യാത്രയാവുകയാണ് കേട്ടോ. ഊട്ടിയിൽ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മൈസൂരാണ്. മൈസൂരേക്ക് ഏകദേശം 152 കിലോമീറ്റർ ഇവിടുന്നുണ്ട്. നമ്മൾ ബന്ദിപ്പൂർ വഴി പോകാനാണ് പ്ലാൻ. നമ്മളിതാ ഊട്ടി ടൗൺ അവിടെ ആണ്. ഊട്ടി ടൗണിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ മുമ്പോട്ട് നീങ്ങുകയാണ്. ഈ റോഡിലാണ്, ഈ ഹൈവേയിലാണ് നമുക്ക് മൈസൂരോട്ട് പോകാനുള്ളത്. ഇത് ഏകദേശം 152 കിലോമീറ്റർ ഉണ്ട്. 70 കിലോമീറ്ററിലുള്ള അങ്ങോട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് കിട്ടും. നമുക്ക് അതൊന്ന് പാസ് ചെയ്യണം. ഫ്രെയിം നോക്കി താപ്പോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. തണുപ്പുണ്ട്, എന്നാൽ അതുപോലെ നല്ല ഇളം ചൂടുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫ്രെയിം നോക്കി, ആകാശത്തിന്റെ കളറൊക്കെ നോക്കി, നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും നീങ്ങാടാ. അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് നീങ്ങാം കേട്ടോ. നമുക്ക് എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ മൈസൂർ പിടിക്കണം. ഇതങ്ങനെ നമ്മൾ മുമ്പോട്ട് വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് കേട്ടോ പ്യാക്കര ഡാം. നമ്മളിപ്പോൾ കോയമ്പത്തൂർ മൈസൂർ റൂട്ടിൽ പ്യാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് പ്യാക്കര ലേക്കിൻ്റെ അവിടെ അണക്കെട്ട് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയാട്ടോ ഇത്. ഇതിങ്ങനെ ഒഴുകി അവിടെ ഒരു ബെയിലി പാലം പോലെ, ബെയിലി അല്ലത്, യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാലം കേട്ടോ, സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൽ. എന്നിട്ട് ഇതാ ഇങ്ങനെ വെള്ളം ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. നമ്മളങ്ങനെ മുമ്പോട്ട് പോകാൻ നേരത്തേക്ക് ഇതേ ഒരു ചെറിയ കനാല് കണ്ടിട്ട് പെട്ടെന്ന് വണ്ടി നിർത്തി കേട്ടോ. ഊട്ടിയിൽ കഴിഞ്ഞ 2 ദിവസം കൊടും തണുപ്പായിരുന്നുകൊണ്ട് കുളിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ക്ഷീണം മുഖത്തറിയാനുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് അടിച്ച് നനച്ച് കുളിക്കണം. നമ്മൾ വണ്ടി അവിടെ കൊണ്ടുവന്ന് ഒതുക്കി. അതാണ് നമുക്ക് പോകേണ്ട ഹൈവേ അതാട്ടോ, സ്ട്രെയിറ്റ് അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ വണ്ടി പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഒരു ചെറിയ കനാല് കണ്ടു. അങ്ങനെ നൈസായിട്ട് കുളിച്ചിട്ട് പോകാം. ഇവിടേക്ക് ഇതൊക്കെ ഉള്ളൂ മാർഗം. അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ചെറിയ കാണുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി നോക്കാം. ഞാൻ ഫസ്റ്റ് ഇറങ്ങി കേട്ടോ. അവിടെ പണ്ടാര തണുപ്പുണ്ട്. മഗ് എടുക്കാൻ മറന്നുപോയി. ജിത്ത് ഇപ്പം മഗ് എടുക്കാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് വേണേ. അപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു ഫോൾസ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി വരാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുളി നന തുണികൾ പരിപാടികൾ തുടങ്ങി കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു സ്പോട്ടാണേ. ഇത് നോക്കി ഫുള്ളിങ്ങനെ നമ്മുടെ അരണമരം അതിങ്ങനെ വളർന്ന് നിൽക്കുക കേട്ടോ. അടിപൊളി ഒരു വാലി, ഇതേ പുൽമേട്, അതിനകത്തൂടെ ഈ കനാല്, അവിടെ ഒരു ചെറിയ കനാലിലോട്ട് വെള്ളം വന്നിറക്കുന്നത് ഇവിടുന്ന് നോക്കി. നല്ല തണുത്ത വെള്ളം കേട്ടോ, ഐസ് കോൾഡ് തണുപ്പാണ്. ഇവിടെ കഴുകാനുള്ള തുണിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടാനുള്ളതുണ്ട്. ഷൂ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട് ഭയങ്കര മണ്ണും പൊടിയായിരിക്കും കേട്ടോ. ഈ ക്രോസ് ചെരുപ്പും എല്ലാം, അതെല്ലാം ജസ്റ്റ് ഒന്ന് കഴുകണം. ജിത്ത് അവിടെ നിന്ന് വരെ തുടങ്ങി. ഇതെല്ലാം ഇങ്ങനെ ഉരച്ച് വൃത്തിയൊക്കെ റെഡിയാക്കി വണ്ടി അവിടെ പോണ്ട്. വണ്ടി ആകെ നാശമായിട്ട് കിടക്കും. പക്ഷെ വണ്ടി ഇപ്പോൾ കഴുകിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് വണ്ടി കഴുകുന്ന കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നുള്ളൂ. കുറച്ചുകൂടി അഴുക്കാവട്ടെ, എന്നിട്ട് കഴുകാം. ഞങ്ങളെന്തായാലും പെട്ടെന്ന് കുളിച്ച് നനച്ച് മുമ്പോട്ട് നീങ്ങട്ടെ. നമ്മളിങ്ങനെ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഡേ ആ പോകുന്ന ആരാ നോക്കി, കാട്ടുപന്നിയാണ് കേട്ടോ. നൈസായിട്ട് കയറി വരുന്നത്. കളിയും വെള്ളം കുടിക്കാനും കണ്ട് വരുന്ന വരവാന്ന് തോന്നുന്നു. നോക്കി ഒരു പേടിയില്ല, നമ്മളെ കണ്ടിട്ട് ഒരു പേടിയില്ലാതെ വരും കേട്ടോ. വടാ കുഞ്ഞാന്ന് തോന്നല്ലടാ, കുഞ്ഞനാന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ചെളിവെള്ളത്തിൽ കൂടെയൊക്കെ നടന്ന് നമ്മളെ കണ്ടിട്ട് വരുന്നൊരു പേടിയില്ല, മൈൻഡും ഇല്ല. അവനവൻ്റെ കാര്യം നോക്കി ഇങ്ങനെ നടന്നു പോകണേ. എനിക്കൊരു മിക്കവാറും ആ കാട്ടിൽ കയറി അപ്പുറത്ത് അവിടെ ആ കനാലിനവിടെ പോയി വെള്ളം കുടിക്കാൻ തന്നെ. ഇവരുടെ ഏരിയ കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷൂ കഴുകി, എന്താ ചെരുപ്പെല്ലാം കഴുകി കയറ്റി, സോക്സ്, ടീഷർട്ട്, ട്രാക്ക് പാൻ്റ് എല്ലാം കയറ്റി ഈ ഷൂ ഒന്ന് കഴുകണം. അങ്ങനെ ഇവിടെ ടച്ചിന് കഴുകൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പന്നിക്കുട്ടൻ അങ്ങോട്ട് പോയി. ഞങ്ങളങ്ങനെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് സുന്ദരന്മാരായി കേട്ടോ. എന്താ ജിത്തു കുറച്ച് വണ്ടിക്കകത്തിരുന്ന് സൺഫ്ലവർ ഓയിൽ എടുത്ത് കയ്യിലെല്ലാം പുരട്ടുവാണേ. ഫുള്ള് ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്നും ചുണ്ടും എല്ലാം പൊട്ടി. എന്നേക്ക് ചുണ്ട് കാണാൻ പറയാം, ഫുള്ള് പൊട്ടി വിണ്ട് കീറി നാശമായി കറുത്ത് അലമ്പായിരിക്കും കേട്ടോ. കൈയും സ്കിന്നും എല്ലാം ഡ്രൈ ആയി നാശമാവും. അങ്ങനെ അവൻ കുറച്ച് എണ്ണ എടുത്ത് കയ്യിൽ തേച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് കയറുമ്പോൾ ഈ ചെളിക്കകത്ത് വിട്ടിട്ട് വണ്ടിയുടെ ടയർ നോക്കി, വണ്ടി ഫുൾ അഴുക്കായി കിടക്കുക കേട്ടോ. ഫുൾ അഴുക്കെന്ന് പറഞ്ഞാൽ ഫുൾ അലമ്പായിരിക്കുക. ഇതിനി ഉടനെ ഒന്നും കഴുകുന്നില്ല, കുറച്ചുകൂടി അഴുക്കായിട്ട് നമുക്ക് കഴുകാം. അതിന് മുമ്പ് കുറച്ച് പരിപാടികളും കൂടെ വണ്ടിയിൽ ചെയ്യാനുണ്ട്. അതിനുള്ള ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി, ബാക്കൊക്കെ നോക്കി ഫുള്ള് ചെളിഞ്ഞ് കിടക്കുന്ന നോക്കി. എന്തായാലും നമ്മുടെ കുളി ജലം പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒന്ന് കുളിച്ചപ്പോഴത്തേക്ക് ഭയങ്കര സുഖം കേട്ടോ. വെള്ളത്തിനൊക്കെ ഐസ് തണുപ്പാണ്. ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖമായത്, ഒന്ന് ഫ്രഷായി. ടയർ
റോഡിനകത്ത് ഫുള്ള് ചെളി ആയതുകൊണ്ട് ഇവിടെ കിടന്ന് തിരിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പോച്ചക്കകത്ത് വണ്ടി എടുത്ത് ബാക്കിലോട്ട് മതി മതി മതി. മതി 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 ഓടിച്ചോളാം. മതിര 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 അവിടെ നിന്ന് ഓടിക്കായിരുന്നല്ലേ. നമ്മളങ്ങനെ ചുരം ഇറങ്ങി മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് നോക്കി ഫുൾ ഇതുപോലെ നല്ല തടിച്ച അക്വേഷ്യമരങ്ങളാണ് കേട്ടോ. അതിന്റെ കളർ നോക്കി ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫുൾ അക്വേഷ്യമരം ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറി പോകുന്ന വഴിക്കെല്ലാം വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം ഇതുപോലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് താഴെ കർണാടകയുടെ വ്യൂ നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ കറക്റ്റ് ഈ അക്വേഷ്യമരം, ഇത് അക്വേഷ്യാണ് യൂക്കാലിയാണോ? ഇത് യൂക്കാലിയാണോ അക്വേഷ്യാണോ എന്ന് അറിയാൻ കേട്ടോ. യൂക്കാലിയാണെന്നാണ് എൻ്റെ ഒരു അല്ല, ഇത് അക്വേഷ്യാന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു താഴ്വാരത്തെത്തി കേട്ടോ. താഴ്വാരം പോട്ട് ഇതിന്റെ കാട് ഇങ്ങോട്ട് ഫുൾ അതേയുള്ള ഇവിടെ എല്ലാ ആൾക്കാർ റോഡിലെല്ലാം ഇറങ്ങി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നോക്കി തിങ്ങി നിറഞ്ഞ് വളർന്ന് നിൽക്കുക കേട്ടോ. റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ദേ ഇങ്ങോട്ട് നോക്കിയാലും മേപ്പോട്ട് നോക്കിയാലും എല്ലാം ഇത് തന്നെ കാണാനുള്ള. റോഡ് അത്ര കണ്ടീഷൻ പോരാ, നല്ലോണം ഗട്ടറാണ്. അത് കുഴി എന്ന് പറഞ്ഞാൽ കിണറിന്റെ അത്രയുള്ള കുഴിയൊക്കെ അവിടെ ഉള്ളത്. മുട്ടൻ കുഴി കേട്ടോ. മുട്ടൻ കുഴി എന്ന് പറഞ്ഞാൽ മുട്ടൻ കുഴിയാ. ആൾക്കാരെല്ലാം ഫുള്ള് ഫോട്ടോഷൂട്ട് കേട്ടോ വണ്ടി നിർത്തി. ഇത് തീരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ കാട് തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടെ മുമ്പിലെത്തിയപ്പോൾ താഴ്വാരത്ത് ഏതോ ഒരു ടൗൺഷിപ്പ് കണ്ടു തുടങ്ങി കേട്ടോ. നമ്മളിനി ഇറങ്ങി ചെല്ലുന്നത് ഇങ്ങോട്ടാണ്. ഇത് ഗൂഡല്ലൂരാണെന്നാണ് തോന്നുന്നത്. നോക്കി അതിന്റെ ബാക്കിലത്തെ ആ മലകൾ നോക്കി കേട്ടോ. ഗൂഡല്ലൂർ ടൗണ്. ഗൂഡല്ലൂർ ടൗണിൽ ഇതാ ഇതും അങ്ങോട്ട് കോഴിക്കോട്, നിലമ്പൂർ, പന്തല്ലൂർ അങ്ങോട്ട് പോകുന്ന റൂട്ട്. മൈസൂർ ചെയ്താ കേട്ടോ റൂട്ട്. ഞാനിവിടെ ഏതൊക്കെ കടകളിൽ നമ്മുടെ നീലഗിരി വൈൽഡ് ലൈഫിന്റെ സ്റ്റിക്കർ തട്ടി കടകളിൽ കയറി കേട്ടോ. ഏതൊക്കെ കടകളിൽ കയറിയോ അതെല്ലാം നടത്തുന്നത് മലയാളികൾ. റോഡിൽ നിൽക്കുന്നവർ സംസാരിക്കുന്നതൊക്കെ മലയാളം മലയാളമാണ്. കറക്റ്റ് നമുക്കൊരു കേരളത്തിലെവിടെയോ ഒരു സ്ഥലത്ത് ഹൈറേഞ്ച് സ്ഥലത്ത് എവിടെയോ നല്ലൊരു ഫീലായിട്ട് നോക്കി. നമ്മൾ അവിടെ നിന്ന് ആ റൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് തന്നെ സ്ട്രെയിറ്റ് പോകണം. ഇവിടുന്ന് ഇനി ഏകദേശം 100 സംതിങ് കിലോമീറ്റേഴ്സ് തന്നെ ഉണ്ട് മൈസൂർ പോകാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കാട്ടോ. മുടിഞ്ഞ സിഗ്നലാ. വണ്ടി ഒന്നും അനങ്ങുന്നില്ല. ഞാൻ താഴെ നമ്മുടെ നീലഗിരി വൈൽഡ് ലൈഫിന്റെ സ്റ്റിക്കർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയത് കേട്ടോ. അത് കുറേ തപ്പി കുറേ കടകളിൽ കയറി. ഞാൻ കയറുന്ന കടകളിലെല്ലാം മലയാളികളാണ് നടത്തുന്നത്. റോഡ് സൈഡിൽ നിൽക്കുന്നത് മലയാളികൾ, സംസാരിക്കുന്നത് മലയാളം. അവിടെ അവിടെ കുറച്ച് തമിഴ്. പക്ഷേ ഇത് തമിഴ്നാട്ടിലെ സ്ഥലമാണ്. ഇവിടുന്ന് സുൽത്താൻ ബത്തേരിക്ക് ഏകദേശം 45 കിലോമീറ്റർ സംതിങ്. കോഴിക്കോടിനും ചില്ലറ ദൂര വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും കൂടുതലും മലയാളീസ് ഇവിടെ ഉള്ളത്. എനിക്കിവിടെ ഇറങ്ങി നടന്നപ്പോഴത്തേക്ക് നമ്മൾ കേരളത്തിൽ നമ്മുടെ ഏതോ ഒരു സ്ഥലത്തൂടെ ഒരു ജംഗ്ഷനിൽ കൂടെ ഒക്കെ നടക്കുന്ന ഫീലായിരുന്നു കേട്ടോ. നമുക്കപ്പം ഇവിടെ സിഗ്നലിൽ അവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് റോഡ് പോകണം. ലെഫ്റ്റ് എനിക്ക് തോന്നുന്നു സുൽത്താൻ ബത്തേരി ആ റൂട്ടാണ്. നമുക്ക് സ്ട്രെയിറ്റ് പോകണം. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല, നല്ല ബ്ലോക്കാണ്. ഞങ്ങളങ്ങനെ നീലഗിരി വൈൽഡ് ലൈഫിന്റെ സ്റ്റിക്കർ തപ്പിയുള്ള അലച്ചിലാണ് കേട്ടോ. സാധനം ഒന്നും കിട്ടുന്നില്ല. മണ്ടത്തരമായിപ്പോയി. നേടിയിൽ നിന്ന് സുവനീർ ഷോപ്പിൽ നിന്നുണ്ടെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്തൊട്ടിക്കേ ബാർക്കുള്ളൂ. ഞങ്ങളിപ്പോൾ ഗൂഡല്ലൂർ ടൗണിലാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 25 കിലോമീറ്റർ ബാക്കിൽ മലപ്പുറം,
30 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വയനാട്, പിന്നെ 100 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കർണാടക. ഇവിടെ നമ്മുടെ കേരളത്തിൽ പുല്ലൂര് കയറിയ ഒരു ഫീലാണ് കേട്ടോ നമുക്ക്. പുല്ലൂര് ടൗണിൽ കൂടെ ഒക്കെ പോകുന്നത് ഫുള്ള് മലയാളി, ഏത് കടയിൽ കയറിയാലും മലയാളികളുടെ ഷോപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ റോഡിൽ ആരോട് എന്ത് ചോദിച്ചാലും അതും മൊത്തവും മലയാളികൾ. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിച്ച് പറഞ്ഞ് ഇവിടെ 90% മലയാളികൾ തന്നെയാണ്. ഇവിടെ ഉള്ളവർക്ക് 3 ഭാഷയും അറിയാം. മലയാളം അറിയാം, കന്നഡ അറിയാം, തമിഴും അറിയാം. അപ്പോൾ അതൊരു പുതിയ അറിവ് വരുന്നത് കേട്ടോ. കൂടല്ലൂർ എന്നൊക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചിരുന്ന തമിഴ് സംഭവമായിരിക്കും. തമിഴ്നാട് തന്നെയാണ്, പക്ഷെ കൂടുതലും മലയാളികളുടെ കയ്യിലാണ്. നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. നമുക്കിനി അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്ന വഴിക്ക് സ്റ്റിക്കർ ഷോപ്പ് വല്ലതും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തൊന്ന് സെറ്റ് ചെയ്യാം. എന്തായാലും നമുക്കിനി മൈസൂരിന് ഏകദേശം 108 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. സമയമാണ് ഉച്ച കഴിഞ്ഞു. നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് അത് ഓടി പിടിക്കാം. അങ്ങനെ നമ്മൾ മുതുമല ടൈഗർ റിസർവിലോട്ട് എൻ്റർ ആവും കേട്ടോ. മുതുമല ടൈഗർ റിസർവ് വെൽക്കംസ് യു. നമ്മളങ്ങനെ മുതുമല ടൈഗർ റിസർവിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്റ്റിക്കർ വെക്കണ്ടേ? നമ്മളങ്ങനെ മുതുമല ടൈഗർ റിസർവിനകത്തൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. വനമാണ്, റിസർവ് വനമാണ്. അതിന് നടുക്കൂടെ റോഡുണ്ട്. കയറിയപ്പോഴേ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. വെളിയിൽ ഇറങ്ങരുത്, മൂത്രമൊഴിക്കാൻ ഇറങ്ങരുത്, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, അങ്ങനെ ഇങ്ങനെ മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വെളിയിൽ ഇറങ്ങരുത്, വണ്ടി എങ്ങും പാർക്ക് ചെയ്ത് വെളിയിൽ ഇറങ്ങി നിൽക്കില്ലെന്നാണ്. ടൈഗർ റിസർവ് അല്ലേ, ഇവിടെ നിന്നെങ്ങാനും ചാടി വന്ന് പണി കിട്ടി എന്ത് ചെയ്യും? പോകുന്ന വഴിക്ക് ഒരു സൈറ്റിംഗ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സ്ട്രെയിറ്റ് ഒരൊറ്റ റോഡാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഹമ്പ് വെച്ചിട്ടുണ്ട്. അതിന് ആക്സിഡൻസ് എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാനായിരിക്കും. അടുത്തടുത്ത് തുരുതുരാന്ന് ഇങ്ങനെ ഹമ്പ് വെച്ചിട്ടുണ്ട്. ആ ബാക്കിൽ നീലഗിരി മലകളാണ് കേട്ടോ കാണുന്നത്. നമ്മളതിന് മേളിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി മൈസൂരേക്ക്. ഇനി ഏകദേശം ഒരു 100 കിലോമീറ്റർ തന്നെ ഉണ്ട് കേട്ടോ മൈസൂരിന്. അങ്ങനെ നമ്മളിപ്പോൾ മുതുമല ടൈഗർ റിസർവ് കേട്ടിട്ടേ ഉള്ളൂ. മുതുമല ടൈഗർ റിസർവ് ഇപ്പൊ എന്തായാലും കാണാൻ പറ്റി, അതിനകത്തൂടെ സഞ്ചരിക്കാൻ പറ്റി. എലഫന്റ് ക്രോസിംഗ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. നല്ലോണം ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സൈറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഗൈസ്, നമുക്ക് ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിമാൻ നോക്കി, നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ്. അടിപൊളി. ഇതല്ലേ കലമാൻ അല്ലെ? പുള്ളിമാൻ. ഓ അടിപൊളി. എന്റെ കൊമ്പൊക്കെ നോക്കി, അടിപൊളി. നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ ചെന്ന ഇഷ്ടംപോലെ കാണാൻ കേട്ടോ. പക്ഷെ അതുപോലെയല്ല ഇങ്ങനെ കാടിനകത്ത് വെച്ച് കാണുമ്പോഴത്തേക്ക് സൂല് കൊണ്ട് പിടിച്ചു കെട്ടിട്ടേക്കുന്നതിനെ കാണുന്നത് ഇങ്ങനെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ കയറി ഈ സാധനത്തെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി. കുഞ്ഞും തള്ളയും വലുതും എല്ലാം ഒരു ഹോൾ പാക്ക് ഉണ്ട് കേട്ടോ അവര്. അവരുടെ ഗ്യാങ് തീരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് സെറ്റ് ഓഫ് പുള്ളിമാനുകള് അവരുടെ റെസ്റ്റ് എടുക്കും കേട്ടോ. പുല്ലൊക്കെ കഴിച്ച് മേഞ്ഞ് കഴിഞ്ഞിട്ട് ദേ കുഞ്ഞുങ്ങളും എല്ലാരും ഇങ്ങനെ റെസ്റ്റ് എടുക്കും കേട്ടോ കിടന്ന്. അടിപൊളി. മയില് ചെയ്തണം. മയില് സാധാരണ നമ്മുടെ നാട്ടിലോട്ട് വന്ന് നമ്മളെ കാണാൻ കേട്ടോ പതിവ്. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് കാട്ടിനകത്ത് കയറി മയിലിനെ കാണും കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്ന മയിലിനെക്കാട്ടിലും ഇതിനെന്തോ ഭയങ്കര ഭംഗിയുണ്ടല്ലോടാ. ആ നീല കളറൊക്കെ നല്ല ഡാർക്ക് ആയിട്ടേ. ഇത് ആൺമയിലടാ. അല്ല, നാട്ടിലും ആൺമയിൽ ഇറങ്ങിയിട്ടില്ലേ? അല്ല, ഇതിന് നല്ല പീലിയുണ്ട്. അടിപൊളി. എന്തോ ഇലയൊക്കെ കുത്തിപ്പിടിച്ച് തിന്നു കേട്ടോ. പക്ഷെ വിടർത്തിയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഇങ്ങനൊന്നും ഫീൽ പറ്റത്തില്ല. അടുത്ത ആളെ കണ്ടു. അവന്റെ നീല കളർ ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങി വരുന്ന മയിലിനേക്കാൾ ഇത്തിരി ബ്രൈറ്റ്നെസ് വെച്ചിട്ട് കളർ കൂടുതലാണെന്ന് തോന്നുന്നത്. നമ്മൾ അകത്തോട്ട് കയറി ഒരു 10 മിനിറ്റിൽ തന്നെ 2 സൈറ്റിംഗ് കിട്ടി കേട്ടോ. പുള്ളിമാനെയും കണ്ടു, മയിലിനെയും കണ്ടു. മാൻ തന്നെ നിൽക്കുന്നില്ല. അത് പറഞ്ഞു വരുന്നപ്പോ വീണ്ടും റോഡ് സൈഡിലേക്ക് മാനുള്ളത്. ഒരാളെ ഉള്ളൂ അത്. ഒരാളെ ഉള്ളു കേട്ടോ. രണ്ടുപേരുണ്ടോ? കുഞ്ഞുണ്ട്. ഫാമിലി കുഞ്ഞിന് പുള്ളി കുറവല്ലേ? വേറെ ഉണ്ട്. കലമാനും കിടപ്പുണ്ട്. വലതുവശത്തൂടി കാട്ടാർ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അതേ നോക്കി കാണാം അതിനകത്ത്. കാട്ടാറിങ്ങനെ ഇവരെല്ലാം ഇപ്പൊ വെള്ളം കുടിക്കാൻ ഇവിടെ ആയിരിക്കും കേട്ടോ വരുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ എല്ലാവരും ഇങ്ങോട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എലഫന്റ് ക്രോസിംഗ് ഉണ്ടാവും. നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാട്ടാന കൂട്ടത്തെ കാണാം. കാട്ടാനയോ ചെറിയ കടുവയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റത്തെ കാണണം. അതാണ് ആഗ്രഹം. നമ്മൾ ഓൾമോസ്റ്റ് ബാക്കി വലിയ സ്ഥലത്തേക്ക് ബൈസണൊക്കെ നീലഗിരി വെച്ച് കണ്ടു. കാട്ടി അതിനൊക്കെ നീലഗിരി വെച്ച് കണ്ടു. പക്ഷെ അതിനെ കാട്ടിയ കൂട്ടത്തോടെ കണ്ട രസമായിരിക്കും. ആനയോ കടുവയോ ചെറിയ പുലിയോ
കുഞ്ഞു കുഞ്ഞു കരടിയോ അവിടെ മീൻ പിടിക്കുന്നുണ്ടോ? എവിടെടാ? ഇല്ല അത് മറ്റേ ട്രൈബൽസാ. അത് ആദിവാസികളാണ് കേട്ടോ. അതിന്റെ കരയ്ക്ക് അവര് കാട്ടരുവിയുടെ കരക്കിരുന്ന് വെള്ളം കളക്ട് ചെയ്യലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗൈസ് പറഞ്ഞു തരുന്നില്ല, കൊതിച്ച സാധനത്തെ അതേ മുമ്പിൽ കിട്ടി കേട്ടോ. ദേ എന്റെ അമ്മ ഒരു കൊമ്പൻ നിന്ന് വെള്ളം കുടിക്കും കേട്ടോ. അവിടെ വെള്ളം കുടിച്ച് നിന്ന് ഇതേ പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് കാട്ടിനകത്ത്. അവൻ ആ അരുവിയുടെ ആറിന്റെ കരക്ക് നിൽക്കും കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കാട്ടാർ ഒഴുകി വരും കേട്ടോ. അവൻ അതിന്റെ കരക്ക് നിന്ന് വെള്ളവും കുടിച്ച് പുല്ലും ഒക്കെ തിന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. അടിപൊളി കൊമ്പനാ കേട്ടോ. കൊമ്പനാനയാ. ഒറ്റയ്ക്കുള്ളതെന്ന് തോന്നുന്നു. ഇവൻ ഒറ്റയാനാന്ന് തോന്നുന്നു. ആരും ഇല്ല വേറെ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ മയിലിന്റെ കരച്ചിൽ മുഴങ്ങി മുഴങ്ങി കേൾക്കുവാണേ. എന്തായാലും ആനെ നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഈ കാട്ടിൽ കയറി ഇതിനെ കാണുമ്പോഴത്തേക്ക് വേറൊരു ഫീലാത്ത. അവനെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് റേഞ്ചിൽ കാണാം കേട്ടോ. ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. അത് കാട്ടാനെ അല്ലായിരുന്നു, അത് നാട്ടാനെയാ. ഞങ്ങൾ അങ്ങനെ കണ്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഒരാൾ അതിന് മുമ്പിലോട്ട് വരുന്നു, കൈയൊക്കെ കഴിച്ചു വെക്കുന്നു, ചാടി ഇറങ്ങി അതിൻ്റെ കൂടെ. അപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിന്റെ കഴുത്തില് കയറ് ഇട്ടേക്കുന്നത്. കുറച്ചുകൂടി മുമ്പിലോട്ട് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇത് തെപ്പക്കാട് എലഫന്റ് ക്യാമ്പ് കേട്ടോ ഇവിടെ. അപ്പോ ഞങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും ആറ്റിലെല്ലാം ആന അതിന്റെ പുറത്ത് ഓരോരുത്തർ കയറി ഇരിക്കുന്നു, കുളിപ്പിക്കുന്നു. പിന്നാണ് കത്തിയത്. ഇത് ശരിക്കും ഇവിടെ തെപ്പക്കാട് എലഫന്റ് ക്യാമ്പാണ്. അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഞങ്ങൾ എന്തായാലും മസനഗുഡി ആ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതുവഴി അല്ല നമുക്ക് പോകേണ്ടത്, മൈസൂർ സ്ട്രെയിറ്റ് തന്നെ ആയിരുന്നു. നമ്മൾ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഈ എലിഫന്റ് ക്യാമ്പിലോട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. നമുക്ക് എന്തായാലും കുറച്ച് മുമ്പോട്ടൊന്ന് പോയി നോക്കാം. കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറി കാണാം. നമുക്ക് അടുത്ത സൈറ്റും കിട്ടി കേട്ടോ. പക്ഷെ ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നില്ല. ഹനുമാൻ കുരങ്ങ് ദേ അവിടെ ഇരിപ്പുണ്ട്. ആളത്താണ് തോട് പോകുന്നുണ്ടോ? ക്യാമറയിൽ മൂവ്മെന്റ് ഉണ്ടോ നോക്കി. ദാ ഓടിപ്പോകുന്നത് ഹനുമാൻ കുരങ്ങ് കേട്ടോ. ഫോണിന് അങ്ങ് വരെ സൂമിങ് കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് കാണാം കേട്ടോ ആളെ. അടിപൊളി കറുത്ത മുഖവും മറ്റേ വെളുപ്പ് സടയൊക്കെ ആയിട്ട്. ആ മരത്തിന്റെ മേളിലെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ അവര്. നമ്മളങ്ങനെ തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പിന്റെ മുമ്പിലേക്ക് വന്നതാണ് കേട്ടോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30 തൊട്ട് 9 മണി വരെയും വൈകിട്ട് 5:30 തൊട്ട് 6 മണി വരെ ഉള്ളു കേട്ടോ. നമുക്ക് പക്ഷെ അതുവരെ ഇവിടെ വെഹിക്കിൾ സഫാരിയും സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതിന്റെ ബുക്കിങ്ങിന്റെ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ നമുക്ക് അതുവരെ നിൽക്കാനുള്ള സമയമില്ല. നമുക്ക് ഇന്ന് തന്നെ മൈസൂർ കയറണം. ഇപ്പൊ തന്നെ സമയം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പിൽ വേറൊരു ദിവസം മുതുമലൈ ടൈഗർ റിസർവിലുള്ള തെപ്പക്കാട് എന്നൊക്കെ പറയുമ്പോൾ കെന്നത്താൻ ഡേസിന്റെ കഥയൊക്കെ വായിക്കുന്നവർക്കും ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമായിരിക്കും കേട്ടോ. പുള്ളി എന്താ പറയുന്നത് ടൈഗർ ഹണ്ടിങ്ങിനൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഹനുമാൻപുരം ടീംസും ഉണ്ട്. അവന്മാരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഓടിപ്പോന്നു. ഒരു മയില് ഇത് സൂമി കിട്ടും നോക്കാം. അതുകൊണ്ട് ആ മരത്തിൽ ഇരിക്കുന്നത്. ആ മരത്തിൽ ഇരിക്കുന്നുണ്ടോ 3 അവന്മാര്. ദേ ഇരിക്കുന്നു. ദേണ്ട ഹനുമാൻ കുരങ്ങ് കേട്ടോ. അത് എവിടെ അതിന്റെ കൂടെ തന്നെ കുറെ മയിലുകൾ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് എലഫന്റ് ക്യാമ്പിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇനി നേരെ വീണ്ടും മുതുമലൈ ടൈഗർ റിസർവിൽ കൂടി മൈസൂർ റൂട്ടിലോട്ട് തിരിച്ചു പിടിക്കാം. ഇപ്പം ഞാൻ ഇറങ്ങി ചെല്ലാൻ പോകുന്നൊരു വഴി കാണിച്ചായിരുന്നു. അതാണ് നമ്മുടെ മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ആ മുമ്പിൽ കാണുന്ന റോഡ് കണ്ടോ. ആ കാറ് വന്നിറങ്ങുന്ന റോഡ് ഇതാട്ടോ. മസിനഗുഡിയിൽ നിന്ന് വരുന്ന റോഡാട്ടോ. മസിനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് വരുന്ന റോഡാണ്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. തിരിച്ച് നേരെ മൈസൂർക്ക് തന്നെ വിടുവാണേ. നല്ല എക്സ്പീരിയൻസ്. ആ വണ്ടി ഇടിച്ച് മോന്നേ ചുണങ്ങിയാ പോകുന്നത്. നമ്മളെ കൊട്ടേഷൻ പോലെ തന്നെ ഞാൻ ശരിക്കും ഇപ്പൊ ലിവിങ് ദ ഫാന്റസി കേട്ടോ. ഞാൻ എന്റെ ഫാന്റസി വേൾഡിൽ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുക. കാരണം നമ്മൾ കുഞ്ഞിലെ മുതൽ വായിച്ചും കേട്ടും ഒക്കെ പരിചയമുള്ള ഭയങ്കര കെന്നത്ത് ആൻഡേഴ്സൺ ഫാൻ കേട്ടോ. വായിച്ചും കേട്ടും ഒക്കെ പരിചയമുള്ള ഈ കെന്നത്ത് ആൻഡേഴ്സന്റെ കഥകളിലെ തെപ്പക്കാട് ഫോറസ്റ്റ് ബംഗ്ലാവ് അവിടെ കണ്ടുപിടിക്കണം. പുള്ളി വേട്ടയ്ക്ക് വരുമ്പോൾ താമസിക്കുന്ന സ്ഥലം. അങ്ങനെ ആ തെപ്പക്കാട് കുണ്ടൽപേട്ട് ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റുക. അതുവഴി ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ഒത്തിരി മനസ്സിൽ നമ്മൾ ഈ കഥ വായിക്കുമ്പോഴും കഥ കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ മെനഞ്ഞു കൂട്ടിയെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുവഴിയൊക്കെ ഇപ്പൊ ശരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുമ്പോൾ ശരിക്കും നമ്മുടെ ചാനലിന്റെ കൊട്ടേഷൻ പോലെ തന്നെ ഞാൻ ലിവിങ് ദ ഫാന്റസി. വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ശരിക്കും ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്റെ ഫാന്റസി വേൾഡിലേക്ക് ഇറങ്ങി വന്നു. ഇത്രയും നാള് ഞാൻ കൂട്ടിലായിരുന്നു. ഇപ്പൊ ഞാൻ വെളി ചാടി. നമ്മള് ഇപ്പൊ കാണാൻ കുറെ പരിശ്രമിച്ചിട്ടും കിട്ടാത്ത ആളെ നമ്മുടെ കൺമുന്നിൽ തന്നെ കിട്ടി കേട്ടോ. ദേ ഇരിക്കുന്നു ഹനുമാൻ കുരങ്ങ്. എന്റെ ദൈവമേ, എന്നാ ഗ്ലാമറാ നോക്കിയേ, എന്നാ ഭംഗിയാ നോക്കിയേ.
ഫുൾ ഗ്യാങ് എത്തി കേട്ടോ. അടിപൊളി. എന്നെ ക്ലാമറാ നോക്കി. ആ മുഖത്തെ ആ കറുപ്പും വെള്ളയും. അവന്മാർക്ക് അറിയാണ്ട് പഴംപൊരി ഇട്ട് കൊടുത്തിട്ട് അവന്മാരത് കഴിക്കട്ടെ. അടുത്തുള്ള ആ ഓടി വരുന്നതിന് എടുത്തടാ. ഇത് വേറൊരു എന്താ പറയുന്നത്, വേറൊരു സാധാ ഇങ്ങനെ കാണുന്നതൊക്കെയല്ലോ കേട്ടോ. അടിപൊളി. നമ്മൾ നേരത്തെ കാണാൻ പറ്റാഞ്ഞ് വിഷമിച്ചിട്ട് ഇപ്പം ദൈവന്മാര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ള് ഇരിക്കുന്ന നോക്കി. എന്തുടാ തമിഴ്നാടിന്റെ ലിമിറ്റ് കഴിഞ്ഞു. മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞു. നമ്മളിനി ഈ ബോർഡ് ഉണ്ടോ, വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് കയറുവാണ്. മുട്ടെടുത്ത് വിളിക്കോ കുട്ടിയോ ഒരെണ്ണം മുട്ടയില്ല. അവിടെ ഒരു 10 ബമ്പ് അടുപ്പിച്ച് നിരത്തി വെച്ചേക്കുമായിരുന്നു. ആ ബമ്പ് ചാടിയപ്പോഴത്തേക്ക് ജിത്തുവിന്റെ മുട്ട പൊട്ടി കേട്ടോ. ജിത്തുവിന്റെ 2 മുട്ടയും പൊട്ടി. ജിത്തുവിന്റെ ഒരു മുട്ട ഇപ്പൊ കയ്യിലുണ്ട്. അതെങ്കിലും എടുത്ത് സേഫ് ആയിട്ട്. ഇന്നലെ രാത്രി അവൻ്റെ അടുത്ത് ബുൾസൈ അടിക്കാൻ പറഞ്ഞ് വാങ്ങിച്ചത്. അവനത് ചെയ്തില്ല. അവന് വേണ്ടാന്ന് പറഞ്ഞത്. നമ്മളിപ്പം കർണാടക സ്റ്റേറ്റിലോട്ട് എൻ്റർ ആവും കേട്ടോ. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. ഇവിടെ നിന്ന് ഇനിയിപ്പോ നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കാത്തിരുന്ന ടൈഗർ റിസർവ് ഇതാണ്. കർണാടക സ്റ്റേറ്റ് ആട്ടോ. ഇവിടെ ഇവനി ഇവരുടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളുണ്ട്. ഈ വണ്ടിക്കകത്ത് നിന്ന് എന്തെങ്കിലും സാധനം എടുത്ത് കളയുമോന്ന് അറിയാൻ വയ്യ. ഇതായത് കണ്ടോ, ഇവിടെ അതിന്റെ എൻട്രൻസ് ആട്ടോ. നോക്കട്ടെ ഞങ്ങൾ എങ്ങനെയാന്ന്. പൈസ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കേട്ടോ. കർണാടകയിലോട്ട് ബന്ദിപ്പൂരിലോട്ട് എൻ്റർ ആവുന്നതിന് 20 rupees. അങ്ങനെ 20 രൂപ എടുത്തു. നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് അല്ല, അതിന്റെ റെസിപ്റ്റ് കിട്ടി. നമ്മളിതാ ഇപ്പം ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് കയറുവാണ് കേട്ടോ. ഇവിടെ പുള്ളിപ്പുലികളില് ഇന്ത്യയില് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഇവിടെ കേട്ടോ, ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. ഗൈസ്, അടുത്ത സൈറ്റിംഗ് കിട്ടി കേട്ടോ. നമുക്ക് നേരത്തെ അബദ്ധം പറ്റിയെങ്കിൽ ഇപ്പൊ നമുക്കിത് കറക്റ്റ് സൈറ്റിംഗ് കിട്ടിയേ. കാട്ടാനാ അടിപൊളിയാണ്. അടുത്തങ്ങനെ വേറെ നിൽക്കണ്ടോ നോക്കി. എന്റെ ദൈവമേ, എന്നാ കൊമ്പാ നോക്കി അവന്റെ നിന്ന് മെയ്യും കേട്ടോ. ഓ, ബമ്പൊന്നുമില്ലല്ലോ മുമ്പില്. ഓ ഗൈസ്, അവന്റെ കൊമ്പ് നോക്കി. മുട്ടൻ കൊമ്പാ കേട്ടോ, നീണ്ടങ്ങ് നിൽക്കുന്ന കൊമ്പാ. വേണ്ട, നമുക്ക് അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇറങ്ങി പണി വന്നു കഴിഞ്ഞാൽ അതേ നോക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വണ്ടി അങ്ങനെ ഓഫായി പോയാൽ അടിപൊളിയായിരിക്കും. ഓ, നേരത്തെ റിസർവിൽ ആനയൊക്കെ എടുത്ത് പറ്റിച്ചല്ലോ കേട്ടോ. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയ. നേരത്തെ സോറി, നമ്മുടെ എലിഫന്റ് ക്യാമ്പിൽ ആനയെ കണ്ടെങ്കിൽ ഇപ്പൊ കണ്ടല്ലോ കാട്ടാനെ. ഈ കാട്ടാനയൊക്കെ ഒന്ന് മുന്നിൽ ചടിയാ എന്തിയോടാ. ഇതിപ്പോ ഒരാളേ ഉള്ളു കേട്ടോ, ഒറ്റയാന. നല്ല കിഡിലും കൊമ്പുമായിട്ടൊക്കെ നിന്ന് അവനിങ്ങനെ പുല്ല് മേഞ്ഞ് നിൽക്കും കേട്ടോ. അതിലൊരു കാട്ടാനെ കാണാൻ പറ്റി. ബാക്കി ഇനി ഒരു ചെറിയ കുഞ്ഞു കടുവയോ പുലിയോ കരടിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കണ്ടാൽ എനിക്ക് സന്തോഷമായേനെ ഇല്ലടാ. സഫാരി വെഹിക്കിള് ഇതുപോലെ ഇങ്ങനെ ഈ വണ്ടിക്കകത്തോട്ടോ സഫാരിക്ക് കൊണ്ടുവന്ന ആൾക്കാരെ. നമ്മള് അവിടെ മുതുമലയിലോ, ഇതിപ്പോ ബന്ദിപ്പൂർ റിസർവിന്റെ ആണല്ലോ, അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഓപ്പൺ വണ്ടിയിലാട്ടോ നമ്മുടെ സഫാരിക്ക് കൊണ്ടുപോകുന്നത്. അത് കാട്ടിനകത്ത് കയറി അടുത്തൊക്കെ സൈറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അടുത്തൊക്കെ കൊണ്ടുപോകും കേട്ടോ. ടൈഗറൊക്കെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ കൊണ്ടുപോയി കാണാൻ പറ്റും നമുക്ക് അതിനകത്ത് പോകുമ്പോഴത്തേക്ക്. നമ്മളിതേ മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ആനക്കൂട്ടം കണ്ടു കേട്ടോ. ഒരു 3 ഫീമെയിലും ഒരു കുട്ടിയാനയുണ്ട്. അവരിങ്ങനെ മേഞ്ഞോണ്ടിരിക്കും. അതിനകത്ത് ഒരു കുട്ടിയാനയുണ്ട് കേട്ടോ താഴെ. അതിനെ കാണുന്നുണ്ടോ? വലുതാണോ? അല്ല, താഴെ ഒരെണ്ണം നിൽപ്പുണ്ടാ. താഴെ
അവർക്ക് ഡിസ്റ്റർബ് ആവണ്ട കേട്ടോ. പോവാം. പോവാം. ഇവിടെ ഇങ്ങനെ തടാകം പോലെ ഓരോ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആയിരിക്കും വേട്ടയൊക്കെ കഴിഞ്ഞ് കടുവകൾ വന്ന് വെള്ളം കുടിക്കാണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെ നമുക്ക് വെളിയിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. വെളിയിറങ്ങി കഴിഞ്ഞാൽ അത് ഒഫൻസ് ആണ്. അതുകൊണ്ട് മാക്സിമം വെളിയിലിറങ്ങാതെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടുന്ന് ഏകദേശം നമുക്ക് 76 കിലോമീറ്റർ ഉണ്ട് മൈസൂരിന്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ലാൻഡ്സ്കേപ്പ് നോക്കി, ആ വനത്തിന്റെ ഒരു എന്തോ പറയുന്നത്, അങ്ങോട്ട് ജിപ്പൊക്കെ നോക്കി ഒരു മഞ്ഞ കളർ പൂവും വേറൊരു ടൈപ്പ് ഓഫ് ലാൻഡ്സ്കേപ്പ് ആയി കേട്ടോ. നമ്മളിന്ന് മാനുകളെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ച് കൊല്ലും കേട്ടോ. മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് അടുത്ത കൂട്ടം നോക്കി അമ്മ ആ ഒരു കളറിനിടയ്ക്ക് കണ്ടുപിടിക്കാൻ പാടല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങും കേട്ടോ. ഇത് നോക്കി, ഇതാണ് എക്സിറ്റ്. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോ ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നിന്ന് ഇറങ്ങി കർണാടകയുടെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് കയറി കേട്ടോ. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് പ്രകൃതി ആകെ മൊത്തത്തിൽ വീണ്ടും അതിന്റെ ആ ഒരു ടെക്സ്ചറും ഡിസൈനും എല്ലാം മാറ്റി. കേരളം പോലല്ല തമിഴ്നാട്ടിലോട്ട് വരുമ്പോ, തമിഴ്നാട് പോലല്ല കർണാടകയിലോട്ട് കയറിയപ്പം ഇതേ മുമ്പോട്ടൊക്കെ നോക്കി ഇവിടുത്തെ മരങ്ങളും ചെടികളും ഒക്കെ വേറെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് വണ്ടി നിർത്തി കേട്ടോ. പൈസ ഈ മുമ്പിൽ കാണുന്ന കേട്ടോ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങള്. ഇവിടെ എന്തോ ഒരു കൃഷിക്ക് വേണ്ടി ഉഴുത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ എന്തോ വിളഞ്ഞ് നിൽപ്പുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ സാധനം. കടുകോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇങ്ങനെ കുറ്റിച്ചെടി പോലെ വളർന്ന് നിൽപ്പുണ്ട്. കുറേ ഇതേ ആ ഒരു കൃഷി സ്ഥലത്തോട്ട് പോകുന്ന വഴി, അതിന് ചുറ്റും ഇങ്ങനെ തേക്ക് മരങ്ങൾ, ഇതേ അങ്ങായിട്ട് വാഴ കാണാം. അതിൻ്റെ ബാക്കിലും എല്ലാം വാഴ കൃഷി. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട പോലെ അല്ല കേട്ടോ. ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കുള്ള ആ ഒരു എന്താ പറയുക പ്രകൃതിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഈ വലതുവശത്തും അവിടെ എല്ലാം വാഴക്കൃഷി കേട്ടോ. അതിനുവേണ്ടി കുഞ്ഞു വാഴകൾ, വാഴത്തൈ എല്ലാം നട്ടു വെച്ചിരിക്കുന്നത് കാണാം. മൊത്തത്തിലൊരു മാറ്റമായി ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക്. നമ്മളിതേ വണ്ടി ഇവിടെ പെട്ടെന്ന് ഒതുക്കിയത് കണ്ടപ്പോഴത്തേക്ക് ചാടി ഇറങ്ങിയതാണേ. നമുക്കിപ്പോൾ മുമ്പോട്ട് തന്നെ പോകാം. ഇപ്പം കർണാടക എൻട്രായി. ഇത് ഈ റൂട്ട് കേട്ടോ. ഇവിടുന്ന് കർണാടക എൻട്രായി. ഇനി ഈ സെയിം റൂട്ടിൽ തന്നെ മൈസൂർ പാലസിന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട്. നമ്മളിങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യത്യാസം കേട്ടോ. തമിഴ്നാട്ടിൽ കണ്ടതിനേക്കാളും വേറൊരു ടെക്സ്ചർ കേട്ടോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പ്രകൃതിക്ക് മൊത്തത്തിൽ. ഇതാ ഇവിടെ ബന്ദിപ്പൂവിൻ്റെ കൃഷി കേട്ടോ. ഇത് ഫുള്ള് കിളിച്ചിരിക്കുന്ന ബന്ദിപ്പൂവാണ്. അതിനുശേഷം എന്താ ഇവിടെ ഇതെന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഇതവരുടെ കൃഷിത്തോട്ടം കേട്ടോ. ഇങ്ങനെ കൃഷികൾ, അതിൻ്റെ പുറകെ അങ്ങ് വാഴ, അത് ഇതെല്ലാം കാണാം. അതിനിടയ്ക്ക് വീട്, അതിൻ്റെ കൂടെ കന്നുകാലി കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. എടാ ഇതെന്താണെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കിഴങ്ങാണോ? ഉരുളക്കിഴങ്ങാണോ? അല്ലല്ലോ. ഇതെന്താ സാധനം ഒന്ന് ഐഡിയ കിട്ടുന്നില്ലല്ലോ. അതിനിടയ്ക്കെല്ലാം എന്തേ വാട്ടർ സ്പ്രിംഗ്ലർ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത് സൺഫ്ലവർ ആട്ടോ. ഈ കൃഷി ചെയ്യുന്ന സൺഫ്ലവറാ. മുട്ടൻ ടീമുകളാട്ടോ വന്നിട്ട് ഫോട്ടോ എടുത്തതിന് പൈസ കൊടുക്കാൻ. ഞാൻ ഭാഷ അറിയാത്ത പോലെ സംസാരിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നു. ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോകുന്നു. അതാ പറഞ്ഞേ, ഫോട്ടോ എടുത്തതിന് പോക്കറ്റ് പണി കൊടുക്കാൻ. എന്നൊക്കെ ആൾക്കാരാണ്. മുട്ടൻ ടീമുകളാട്ടോ. നമ്മളവിടെ നിന്ന് ആ വീഡിയോ എടുത്തതിന് അമ്മൂമ്മ ഇറങ്ങി വന്നിട്ട് സൺഫ്ലവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടേ പോക്കറ്റ് മണി കൊടുക്കാൻ, അതിന്റെ ഫോട്ടോ എടുത്തതിന് പൈസ കൊടുക്കണമെന്ന്. ഇനി കർണാടകത്തിൽ മുഴുവൻ ഇമാതിരി അലമ്പ് ടീംസ് ആട്ടോ. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കേണ്ട സ്ഥലമാണ് കർണാടക എന്ന് പറഞ്ഞാൽ. റോഡിൽ കൂടെ വല്ല പട്ടിയോ പൂച്ചയോ ആടോ ഒക്കെ പോകുന്നതിനൊക്കെ നമ്മളെ വണ്ടിക്കിട്ട് തട്ടി കഴിഞ്ഞാൽ എവിടുന്നൊക്കെയോ അതിന് ഓണേഴ്സ്. തെരുവട്ടിയാണെങ്കിൽ പോലും അതിന്റെ ഓണറാന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പൈസ മേടിക്കുന്നതൊക്കെ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നമുക്ക് ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം മുമ്പോട്ട് പോവാൻ. നമ്മൾ മൈസൂരിന് ഒരു 25 കിലോമീറ്റർ ബാക്കിലാണ് കേട്ടോ. ഇവിടെ ഈ ഒരു കാഴ്ച കൊണ്ടോട് നിർത്തുകയാണ്. ആ വിശാലമായ നെൽപ്പാടം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ അസ്തമിക്കുന്നു. സമയം സന്ധ്യയായി കേട്ടോ.
നമ്മളിപ്പോൾ 25 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് മൈസൂർ ടൗണിലേക്ക്. നമ്മൾ ഈ ഒരൊറ്റ റോഡിൽ തന്നെ വന്നത്. ഇത് മുതുമല ബന്ദിപ്പൂര്, അവിടുത്തെ സ്ട്രെയിറ്റ് ഈ റോഡ് നേരെ പോകുന്ന മൈസൂർ കേട്ടോ. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഫ്യൂൽ പമ്പ് തേടി നടക്കുകയാണ്. LPGയുടെ ഫ്യൂൽ സ്റ്റേഷൻ ഇവിടെ കാണുന്നില്ല. ഞങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ നോക്കി വന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഭാഷ മനസ്സിലാവുന്നില്ല. അവർക്ക് കന്നഡ നമുക്കറിയത്തില്ലല്ലോ, അവർക്ക് വേറെ മലയാളം പറയാനും അറിയത്തില്ല. എന്നാലും ഇവിടെ ഇഷ്ടംപോലെ KL വണ്ടിയും കയറുന്നുണ്ട് കേട്ടോ. അവർ പിന്നെ തമിഴിലൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മളും തമിഴിലൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പിന്നെയും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പിൽ ബാക്കിൽ ചോദിച്ചപ്പോഴത്തേക്ക് 13 കിലോമീറ്റർ ഫ്രണ്ടിൽ LPGയുടെ ഒരു പമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കി നോക്കണം. ഫ്യൂൽ അടിക്കണം നമുക്ക്. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ് കേട്ടോ. വരുന്ന വഴിക്ക് നല്ല മഴയായി. ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഹൈവേയുടെ സൈഡിൽ നിർത്തിയിട്ട് പയ്യെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായി. അങ്ങനെ ഇങ്ങോട്ടൊരു കടത്തിണ്ണയിലോട്ട് വണ്ടി ഓടിച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഷെഫ് പാചകത്തിലാണ് കേട്ടോ. ചോറ് റെഡിയായി, അടുത്തൊരു കറി റെഡി ആയിക്കൊണ്ടിരിക്കുക. തുറന്നേടാ, ഇത് ജിത്തു സ്പെഷ്യലാണ് കേട്ടോ. ജിത്തു സ്പെഷ്യൽ ഒരു മസാലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും മഴ കാരണം കടത്തിണ്ണയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. ഇവിടെ മുടിഞ്ഞ തണുപ്പ് കേട്ടോ. പണ്ടാരം കാറ്റും നല്ല തണുപ്പും അതിൻ്റെ കൂടെ കിടില മഴയും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു കടത്തിണ്ണയിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.